നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. കൊല്ലം റോസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ ആശ്രാമം മൈതാനത്ത് നടത്തുന്ന കൊല്ലം ഫ്ലവർ ഷോ 2024ൻ്റെ സ്വാഗത സംഘം ആശ്രാമം ജാജീസ് ക്യൂ കഫേയിൽ നടക്കുകയുണ്ടായി. അലങ്കാരച്ചെടികൾ, വർണ്ണാഭമായ മത്സ്യങ്ങൾ, നാടൻ ചെടികൾ, മലക്കറിത്തോട്ടം, പഴവർഗ്ഗത്തോട്ടം, ഔഷധത്തോട്ടം, വിദേശത്തു നിന്നുള്ള ബോൺസായി, 25 അടിയോളം പൊക്കമുള്ള വിവിധയിനം മനോഹരങ്ങളായ 50ഓളം ഫൈക്കസ് ബോൺസായികൾ, ഡെൻഡ്രോബിയം, കറ്റിലിയ, ഒൻസീഡിയം, ഡാൻസിംഗ് ഗേൾ തുടങ്ങിയ ഓർക്കിഡുകൾ, 100ഓളം വിവിധ വർണ്ണത്തിനുള്ള ബോഗൈൻ വില്ലകൾ, വിത്തുകളും വളങ്ങളും വിൽക്കുന്ന സ്റ്റാളുകൾ, എന്നും രാത്രിയിൽ കലാപരിപാടികൾ, ദിവസവും നറുക്കെടുപ്പിലൂടെ 3 മണിക്കൂർ കൂടുമ്പോൾ സമ്മാനങ്ങൾ തുടങ്ങി നല്ല രീതിയിൽ ഒരു ഷോ നടത്തുന്നതിനായി 150ഓളം പേരടങ്ങുന്ന ഒരു സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. യോഗം എം നൌഷാദ് MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അത് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം, മറ്റെല്ലാം നമ്മൾ വളർന്ന് അതിനെ ആസ്വദിച്ച് ഓരോ ഐറ്റം കണ്ടിട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് കേരളയിൽ മാത്രമുള്ള പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഇത് ഈ തരത്തിൽ മുടങ്ങാതെ ഇതിനെ സമീപിച്ച് നമ്മൾ പോവുകയാണ്. നമ്മുടെ പറഞ്ഞതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പണ്ട് എല്ലാ പറമ്പുകളിലും കൃഷിയും ഉണ്ടായിരുന്നു. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായത് ചെയ്യുകയും, അപ്പോൾ അത് പ്രകൃതിയുടെ സംരക്ഷണത്തിന് അത് അത്യാവശ്യമായി. അപ്പോൾ പ്രകൃതിയോട് നമ്മൾ വികൃതി കാണിക്കാൻ തുടങ്ങി, ആ തിരിച്ച് കാണിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാം വളർന്നു പോകുന്നത്, അവരുടെ വികൃതിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. സൊസൈറ്റി പ്രസിഡന്റ് പട്ടത്തുവിള വിനോദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MM ആസാദ് സ്വാഗതവും നേതാജി B രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് R പ്രകാശൻ പിള്ള, S സുവർണകുമാർ, ചെറുകിട വ്യവസായ സംസ്ഥാന പ്രസിഡന്റ് നാസറുദ്ദീൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരികളായി കൊല്ലത്തെ മന്ത്രിമാർ, MPമാർ, മേയർ എന്നിവരെയും രക്ഷാധികാരികളായി കൊല്ലം ജില്ലയിലെ MLAമാരെയും പ്രമുഖ സംഘടനകളെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികൾ വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ചെയർമാനായി ശ്രീ X ഏണസ്റ്റ്, ജനറൽ കൺവീനർ MM ആസാദ്, ട്രഷറർ N ബിനോജ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.